12 വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായ മണപ്പുറത്ത് മലയാളക്കര കൊണ്ടാടിയിരുന്ന ലോകപ്രശസ്തമായ മഹാമേളയാണ് മാമാങ്കം. 15-ാം നൂറ്റാണ്ടോടെ യഥാർത്ഥ അവകാശികളായ വള്ളുവനാട്ടിലെ വെള്ളാട്ടിരിയെ ചതിച്ചു തോൽപ്പിച്ച് കോഴിക്കോട്ടെ സാമൂതിരി മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷനായി. തോൽവി സമ്മതിക്കാതെ, അടിമക്കൊടി അയക്കാതെ വള്ളുവനാട്ട് രാജാവ് ഓരോ മാമാങ്കത്തിനും തൻ്റെ മികച്ച യോദ്ധാക്കളെ ചാവേറുകളായി അയച്ചുകൊണ്ടിരുന്നു. സാമൂതിരിയുടെ സൈന്യത്തിൻ്റെ അംഗബലത്തിനും ആയുധശേഷിക്കും മുന്നിൽ ധീരമായി പോരാടിയ വള്ളുവനാട്ടിലെ വീരന്മാർ മാമാങ്കത്തറയിൽ ആത്മബലി നടത്തി അമരത്വം നേടി. 3.5 നൂറ്റാണ്ടോളം വള്ളുവനാടും സാമൂതിരിയും തമ്മിൽ തുടർന്ന കുടിപ്പക ചുവപ്പിച്ച ദേശത്തിൻ്റെയും ജനതയുടെയും രേഖകളിൽ 1695-ാം ആണ്ടിൽ നടന്ന അപൂർവമായ ചരിത്ര സംഭവങ്ങളുടെ ഭാവനാവിഷ്കാരമാണ് ഈ ചലച്ചിത്ര ശ്രമം. ഒരിക്കലും മറക്കാത്ത കാഴ്ച ലോകത്തിൽ ഒന്നേ ഉള്ളൂ. കണ്ണു നിറച്ച് കണ്ടോളൂ. മാമാങ്ക മഹാമകം. ചോളരാജ്യരും പരദേശികളും വാണിഭക്തരും പട്ടന്മാരും ചെട്ടി യവനരും ബൗദ്ധരും എല്ലാം ഇതാണ് പുരുഷൻ. പറഞ്ഞു കൊടുക്കണോ? ഉള്ളത് പറഞ്ഞാൽ മതി, പെരുക്കം വേണ്ട. ആവശ്യത്തിന് വർണ്ണനയാണെന്നെ ഇതെല്ലാം ദിക്കിന്ന് എത്രയെന്ന് വെച്ച ആൾക്കൂട്ടം. വളയാണ്ടേയും പോയാണ്ടേയും നേർവര നടക്കാനാവാത്തത്ര വ്യാപാരവും ആവാടി ഒരു എത്രയാ വന്നു മറിയണേ. സാമൂതിരി നാടിനോട് പകയുള്ളവരാ അയൽനാടായ വള്ളുവനാട്ടുകാർ. 4-ാം വേദം സ്വീകരിച്ച് മക്കയ്ക്ക് പോയി മരിച്ച ചേരമാൻ പെരുമാളിന് ശേഷം ഈ പെരും പട്ടണത്തിന്റെ നടത്തിപ്പും ചുമതലയും വെള്ളാട്ടിരിക്കാൻ, അതായത് വള്ളുവനാട്ടെ രാജാവിന്. ചത്തും കൊന്നും വെന്നും വാണുകൊള്ളാൻ ചേരമാൻ പെരുമാൾ കൊടുത്ത അനുവാദത്തിന്റെ ബലത്തിലും ന്യായത്തിലും സാമൂതിരി അവകാശം വാളുകൊണ്ട് നേടി. അത് 3.5 നൂറ്റാണ്ട് മുമ്പാ. കാഴ്ചക്ക് ഇത്ര രസമുള്ള കുടിപ്പകൽ ലോകത്ത് വേറെ എവിടെയാവുള്ളേ? തിരുമാന്താംകുന്നിൽ അമ്മയുടെ മാലയും ചാർത്തി ഭസ്മവും പൂശി ചാവേറുകൾ വന്നിരുന്നതൊക്കെ മാറി. ഇപ്പൊ എവിടെയാ, എങ്ങനെയാ പതുങ്ങണേന്ന് അറിയില്ല. അടിമക്കൊടി അയക്കാത്തവരെയും എതിര് നിൽക്കുന്നവരെയും വിളിച്ചു ചൊല്ലുമ്പോ എങ്ങു നിന്നില്ലാതെ കുതിച്ചു ചാടി വരും തിരുമാല പോലെ വീരന്മാർ. എണപ്പുടവ ഞൊറിഞ്ഞുടുത്ത് മുത്തുക്കുടയും തിരുവാഭരണങ്ങളും ചാർത്തി തമ്മേപ്പണിക്കർക്ക് ദക്ഷിണ നൽകി ഗണപതിക്ക് നിവേദിച്ച് ഭഗവതിയെ വന്ദിച്ച് ഒറ്റവിളിയും കതിനയും കൈത്തോക്കും വെച്ച് ഭഗവതിയെ എഴുന്നള്ളിച്ച് അതേ വഴിയെ പുറായിലേക്ക് എഴുന്നള്ളി. ഘോഷയാത്ര നിൽക്കുമ്പോൾ കപ്പൽ കലഹമായി. അത് കഴിഞ്ഞാ മണിത്തറ ഏറുന്നത് താമൂരിത്തമ്പുരാൻ. പിന്നെ കിഴക്കോട്ട് തിരുനാവാത്തേവരെ തൃക്കൈ കൂപ്പി ഉടവാളിളക്കും. ഏറനാട്ടെ കൊത്തുവാളും കോഴിക്കോട്ടെ തലച്ചെന്നൂരുമാണ് സാമൂതിരിയെ കാക്കാൻ ചുമതലയുള്ളവര്. ആചാരവിടി മുഴങ്ങും. അപ്പോഴാ എതിർവാക്ക് കേൾക്കുന്നത്. കുന്നും കടലും അടക്കി ഭരിക്കുന്ന കുന്നലക്കോൻ സാമൂതിരി തിരുമനസ് ഈ മാമാങ്ക മഹാമകത്തിന്റെ രക്ഷാപുരുഷനായി ആരോഹണം ചെയ്യുന്നതിൽ എതിർപ്പ് നിൽക്കാൻ ഈ നാട്ടായ്മയിൽ ആരെങ്കിലും ഉണ്ടോ?
ചന്ദ്രോത്ത് വലിയ പണിക്കരും ചാവേറുകളും.
കളരിയിൽ പെൺകുട്ടികളും തെളിയണമെന്ന് അമ്മ പറഞ്ഞത് എത്ര നന്നായി. പേരും പിറപ്പും മാത്രം പോരല്ലോ പെണ്ണിന്. ആ അമ്മേ, തിരുമാന്തം കുന്നിലമ്മ വന്നെൻ്റെ കട്ടിലിരുന്നു. രക്തം പോലത്തെ പട്ടും തെച്ചിപ്പൂമാലയുമായി ഭഗവതി വന്നിരുന്നു എൻ്റെ അരികത്ത്. കയ്യിൽ പിടയുന്ന വാളുമായി എനിക്ക് ദർശനം തന്നു പറഞ്ഞു, ഉണ്ണി മാമാങ്കം കാണാൻ പോണമെന്ന്. ഇനി പോകാതെ വയ്യ. ദേവി ചതിച്ചോ? 5-6 പെറ്റിട്ടും എനിക്കിനി ആടായിട്ട് നീയേ ഉള്ളൂ. ഇനിയും കുരുതി വേണോ എന്ന് കൂടി ആലോചിക്കണം. കാലം മാറിയില്ലേ ഉണ്ണി? തിരുമാന്തം കുന്നിലമ്മ വിളിച്ചതില്ല, ഞാൻ പോകാതിരിക്കുന്നത് എങ്ങനെ? എനിക്കിനി ആങ്ങളെയായി ആശ്രയായി നീയേ ഉള്ളൂ. നീ പോയാ അമ്മയ്ക്കിനി ആരുണ്ട്? ഈ ഉണ്ണികൾക്കാരുണ്ട്? ഞങ്ങൾക്കാരുണ്ട്? ഇത്ര പേര് വെട്ടിമരിച്ചിട്ട് എന്ത് കിട്ടി? അമ്മേ, ഒന്ന് പറഞ്ഞു നോക്ക്. ഈ മാമാന്തം ചതിത്തറയാണെന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൂടാ? തടയാനാവില്ല, എനിക്ക് പാടില്ല. കുലമര്യാദകളില്ലേ?